ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ്ങിൻ്റെ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഇറങ്ങുന്ന എം സീരീസ് എഫ് സീരീസ് എന്ന് പറഞ്ഞ ഫോണുണ്ട്. അതിൽ എൻ്റെ കയ്യിലിരിക്കുന്ന സാംസങ്ങിൻ്റെ M55 എന്ന് പറഞ്ഞ ഒരു ഗ്രീൻ കളർ വേരിയൻ്റ് ആണ്. ഏകദേശം ഒരു ബ്ലൂ ഉണ്ട്, ലൈറ്റ് ഗ്രീൻ ഉണ്ട്, ഡാർക്ക് ബ്ലൂ എന്നിങ്ങനെ രണ്ട് കളറുകളിലാണ് ഇറങ്ങുന്നത്. അത്യാവശ്യം കാണാൻ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള നല്ലൊരു ഫോണാണ്. ഇതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ 6.7 ഇഞ്ച് വരുന്നത് സൂപ്പർ AMOLED പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റും 1000 nitsൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്സൊക്കെ വരുന്ന ഒരു ഫുൾ HD പ്ലസ് റെസൊല്യൂഷനുള്ള ഒരു ഡിസ്പ്ലേ. ഇതിൻ്റെ ഡിസ്പ്ലേനെ പറ്റി പറയുകയാണെങ്കിൽ യാതൊരു വിധ ഇഷ്യൂ ഇല്ലാത്ത നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ്. സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ എപ്പോഴും അറിയാം, അവരുടെ ആ ഒരു സൂപ്പർ AMOLED ആ ഒരു ഡിസ്പ്ലേയുടെ ക്വാളിറ്റി എപ്പോഴും നിലനിർത്തുന്ന നല്ലൊരു ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിന് 180 ഗ്രാമാണ് ഈ ഒരു ഫോണിൻ്റെ ഭാരം. 180 ഗ്രാം ഭാരം ഉണ്ടെങ്കിൽ ഈ ഫോൺ വളരെ ലൈറ്റ് വെയിറ്റ് ആണ് തോന്നുന്നത്. എനിക്ക് കൈ പിടിച്ചിട്ട് ഒരുപാട് ഭാരമുള്ള ഫോണായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഈ ഒരു ഫോണിൻ്റെ പെർഫോമൻസിൻ്റെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ സ്നാപ്ഡ്രാഗണിൻ്റെ 7 Gen 1 എന്ന് പറയുന്ന 4 nanometer ടെക്നോളജിയിൽ വരുന്ന ഒരു പ്രോസസ്സറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഏകദേശം 2.4 GHz ക്ലോക്ക് സ്പീഡ് വരുന്ന Adreno 644 എന്ന് പറയുന്ന GPU ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള ഒരു പെർഫോമൻസ് തരുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് ഒരു ഇടത്തും ലാഗോ ഇതൊന്നും കണ്ടില്ല. വലിയ രീതിയിലുള്ള ഗെയിമിംഗ് ഒന്നും ഞാൻ ചെയ്തു നോക്കില്ല. ജസ്റ്റ് ഒരു യൂസ് എന്ന രീതിയിലാണ് നോക്കിയത്. എന്തായാലും നോർമൽ യൂസേജിന് യാതൊരുവിധ ഇഷ്യൂ വരുന്നില്ല. മറ്റ് പല ബ്രാൻഡുകളിലും 6 Gen 1 എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്നതിലും എത്രയോ നല്ലതാണ് സ്നാപ്ഡ്രാഗണിൻ്റെ 7 Gen 1. എന്തായാലും 7 സീരീസ് അത്യാവശ്യം നല്ലൊരു സീരീസ് തന്നെയാണ്. നോർമലായിട്ടുള്ള യൂസേജിന് നല്ല സീരീസ് തന്നെയാണ്. ക്യാമറയുടെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ 50 MB മെയിൻ ക്യാമറയും 8 MB അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും 2 MB മാക്രോ ലെൻസുമാണ് വന്നിരിക്കുന്നത്. ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. നിങ്ങൾ ആ റിയർ സൈഡിൽ കണ്ടതാണ് ആ തള്ളി നിൽക്കുന്ന 3 ക്യാമറ. ഇപ്പോൾ സാംസങ്ങിൻ്റെ മിക്ക ഫോണുകളും ഈ ഒരു ഡിസൈൻ തന്നെയാണ് എല്ലാം. അതായത് S സീരീസ് ആയാലും F സീരീസ് ആയാലും M സീരീസ് ആയാലും A സീരീസ് ആയാലും എല്ലാം ഒരേ ഡിസൈനിൽ തന്നെയാണ് ഇവർ ഇറക്കുന്നത്. ഇതിൻ്റെ റിയർ ക്യാമറയിൽ നമുക്ക് 60 FPS മാക്സിമം റെക്കോർഡ് ചെയ്യാൻ പറ്റും 4K. സെൽഫി ക്യാമറയിലോട്ട് വരികയാണെങ്കിലും സെൽഫി ക്യാമറയിൽ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിയിട്ടുണ്ട്. 50 MB സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇവിടെ നമുക്ക് 60 FPS കിട്ടുന്നുണ്ട് 4K. പിന്നെ സ്റ്റീരിയോ സ്പീക്കർ, ഈ സ്റ്റീരിയോ സ്പീക്കർ അത്യാവശ്യം നല്ല ലൗഡായിട്ടുള്ള സ്പീക്കറാണ്. പക്ഷേ ഇതിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഫുൾ വോളിയത്തിൽ വെച്ച് നോക്കി, യൂട്യൂബിൽ വീഡിയോ കണ്ട് നോക്കുകയുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ ബാക്കിലെ ഫ്രെയിം നല്ലതായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബാക്കിലേക്ക് തൊടുമ്പോൾ വൈബ്രേഷൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഒട്ടും ഇഷ്ടപ്പെടില്ല. പക്ഷേ എന്നാലും ഇതിൻ്റെ ഒരു ലെതർ ഫിനിഷ് വരുന്നുണ്ട് F55. അതിൽ ഇത്രയും വൈബ്രേഷൻ ഉണ്ടാകുമോ എന്ന് അറിയത്തില്ല. എന്നിരുന്നാലും ഇതിൻ്റെ ഒരു ബാക്കിൽ വരുന്നത് തീരെ കനം കുറഞ്ഞ പ്ലാസ്റ്റിക് ബോഡി ആയതുകൊണ്ടും അത്യാവശ്യം ലൗഡായിട്ടുള്ള സ്പീക്കർ വരുന്നതുകൊണ്ടും തന്നെ ബാക്ക് സൈഡ് നന്നായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ ഒരു നമുക്ക് ആ രണ്ട് സൈഡിലും ഫിംഗർ വെച്ച് ഉപയോഗിക്കുമ്പോൾ എന്തായാലും ആ ഒരു വൈബ്രേഷൻ ഇഷ്ടപ്പെടാത്തവർക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും. കാരണം നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാൽ നോർമൽ ആൾക്ക് കുഴപ്പമൊന്നുമില്ല. കവറിട്ടൊക്കെ യൂസ് ചെയ്യുമ്പോൾ എന്തായാലും അത് കുറയും. ഞാൻ കവറിടാതെ യൂസ് ചെയ്ത് നോക്കിയത് കൊണ്ടായിരിക്കാം അത്രയ്ക്ക് ഫീൽ ചെയ്തത്. എന്നാലും മറ്റ് ബ്രാൻഡുകളിലേക്ക് സ്പീക്കറിനെ അപേക്ഷിച്ച് കുറച്ച് ഒരു എന്താ പറയുക ബാക്കിൽ ഉണ്ടാകുന്ന ആ ഒരു വൈബ്രേഷൻ കുറച്ച് കുറയ്ക്കാമായിരുന്നു. കാരണം ബാക്കിൽ കുറച്ചും കൂടി കട്ടിയുള്ള മെറ്റീരിയൽ എന്തെങ്കിലും ഉപയോഗിച്ചിരുന്നെങ്കിൽ ആ ഒരു വൈബ്രേഷൻ ഒരു പരിധി വരെ കുറയ്ക്കാൻ സാംസങ് കഴിഞ്ഞിരുന്നത്. പക്ഷേ എന്നിരുന്നാലും കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ചിലപ്പോൾ അവിടെ അത് നോർമൽ പ്ലാസ്റ്റിക്, അതായത് കനം കുറഞ്ഞ ഒരു പ്ലാസ്റ്റിക് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. ബ്ലൂടൂത്ത് വേർഷൻ 5.2 ആണ് വരുന്നത്. അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് വരുന്നുണ്ട്. അത്യാവശ്യം നൈസായിട്ടുള്ളൊരു ഫിംഗർ പ്രിൻ്റാണ് വരുന്നത്. നോർമൽ ഫിംഗർ പ്രിൻ്റാണ് വരുന്നത്. അൾട്രാസോണിക് ഫിംഗർ പ്രിൻറ്റ് സെൻസറൊന്നും വരുന്നില്ല. പിന്നെ 3.5 mm ഓഡിയോ ജാക്കിൻ്റെ ഒരു ഇത് ഇവിടെ വരുന്നില്ല. അതായത് അതിൻ്റെ ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല. 5000 mAh ബാറ്ററിയും 45 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്ന M സീരീസിലും F സീരീസിലും ആദ്യമായിട്ടാണ് ഈ ഒരു 45 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നത്. എന്തായാലും 5000 mAh ബാറ്ററി ഉള്ളതുകൊണ്ട് തന്നെ നൈസായിട്ട് ഒരു ദിവസത്തേക്ക് എന്തായാലും പോവും. 6.7 ഇഞ്ച് വരുന്ന ഒരു വലിപ്പമുള്ള നല്ലൊരു ഡിസ്പ്ലേ ആണ് വരുന്നത്. ബെസലുകളെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നോർമലായിട്ടുള്ളൊരു ബെസൽ, ഒരുപാട് ബെസലുകളൊന്നും വരുന്നില്ല. എന്നിരുന്നാലും ബാക്കിലും അടിയിലും ലേശം ചിഹ്നം കൂടുതലാണോ എന്നൊരു ഡൗട്ടുണ്ട്. അതിൽ M സീരീസിൽ F സീരീസിലോട്ട് വരുമ്പോൾ ബാക്കിൽ ലെതർ ഫിനിഷൊക്കെ ഉള്ള ഒരു സീരീസാണ്. എനിക്ക് കുറച്ചുകൂടി നൈസായിട്ട് തോന്നി. വലിയ തരക്കേടില്ല. ബാക്കിൽ ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. എന്നിരുന്നാലും വളരെ സ്മൂത്തായിട്ടുള്ള ഒരു ഗ്ലോസി ഫിനിഷ് വരുന്ന ഒരു മെറ്റീരിയലാണ് ബാക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്രണ്ടിൽ ഗ്ലാസ് മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. ഏത് മെറ്റീരിയലാണ് ഗ്ലാസ് എന്നറിയില്ല. എന്നാലും ആ ഒരു ബാക്കിൽ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു സ്പീക്കറിൻ്റെ സൗണ്ട് ഫുൾ വോളിയത്തിൽ ഇട്ട് കേൾക്കുമ്പോൾ ആ ഒരു ബാക്കിലൊരു വൈബ്രേഷൻ ഉണ്ട്. അതെന്തായാലും നല്ല രീതിയിൽ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. സോ സാംസങ് അത് കുറച്ചും കൂടി മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ സ്പീക്കറൊക്കെ അടിപൊളി തന്നെയാണ്. സൗണ്ട് ക്വാളിറ്റി ആണെങ്കിലും അടിപൊളിയാണ്.
പിന്നെ ക്യാമറേനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നൈസായിട്ടുള്ള ക്യാമറ തന്നെയാണ്. മാക്രോ ലെൻസ് 2 മെഗാ പിക്സലിൻ്റെയാണ് മാക്രോ ലെൻസ് കൊടുത്തിരിക്കുന്നതെങ്കിൽ തിരക്കേടില്ല എന്നേ പറയാനുള്ളൂ. ഒരു വലിയ ഗംഭീരമൊന്നും പറയാനില്ല. 50 MB ആണെങ്കിൽ നോർമലായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് വന്നിരിക്കുന്നത്. പക്ഷേ എന്നാലും ക്വാളിറ്റി ഉണ്ട്. ഒരു M സീരീസിലെ മറ്റ് M സീരീസുകളെങ്കിലും കുറഞ്ഞ്, അതായത് M31 M32 ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് ഒരു ചേഞ്ച് എന്ന രീതിയിലാണ് M55 വന്നിരിക്കുന്നത്. ഫ്രണ്ട് സെൽഫി ക്യാമറയിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ക്യാമറ ക്വാളിറ്റിക്ക് ഡീസൻ്റ് ആണ്. ക്യാമറയിലൊന്നും യാതൊരു ഇഷ്യൂ ഇല്ല. ഇത് 2 കളറിലാണ് കിട്ടുക, ലൈറ്റ് ഗ്രീൻ അതുപോലെ തന്നെ ഡാർക്ക് ബ്ലൂ എന്നിങ്ങനെയാണ് വരുന്നത്. എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ലൈറ്റ് ഗ്രീൻ ആണ്. പക്ഷേ ഇതൊരു എന്തുകൊണ്ടോ ഇവിടുത്തെ ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ കൊണ്ട് നിങ്ങൾക്ക് ലേശം ബ്ലൂ പോലെ തോന്നിക്കുന്നതാണ്. ശരിക്കും ഇതൊരു ലൈറ്റ് ഗ്രീൻ എന്ന രീതിയിൽ കളറാണ് വന്നിരിക്കുന്നത്. ഇത് 8GB RAM 128GB ഉണ്ട്, 8GB RAM 256GB ഉണ്ട്, 12GB RAM 256GB വരുന്നുണ്ട്. M സീരീസിലേക്ക് ആദ്യമായിട്ടാണ് 45 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങും 12GB RAM വേരിയൻ്റൊക്കെ വരുന്നത്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് 14 One UI 6.1 ആണ് വരുന്നത്. അത്യാവശ്യം ഒരു 27,000 രൂപ റേഞ്ചിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. M ആയാലും F ആയാലും എല്ലാം വരുന്നത് ഒരു 27 രൂപ റേഞ്ചിലാണ്. അപ്പോൾ ഒരു 27 രൂപ റേഞ്ചിൽ മേടിക്കാവുന്ന അത്യാവശ്യം നല്ലൊരു ഫോണാണ്. ഡിസ്പ്ലേ എല്ലാം നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നതായിരിക്കും. ബൈ.